അവശതകൾ മറന്ന് വോട്ട് ചെയ്യാനെത്തി ഗാന്ധിഭവൻ അന്തേവാസികൾ. കുണ്ടയം ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിലെ 29-ാം നമ്പർ ബൂത്തിലായിരുന്നു ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾ വോട്ട് ചെയ്തത്. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജനും ഇവർക്കൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. പത്തനാപുരം ഗാന്ധിഭവനിലെ 100-ലേറെ താമസക്കാരാണ് ശാരീരിക അവശതകൾ വകവയ്ക്കാതെ വോട്ടവകാശം വിനിയോഗിക്കാനെത്തിയത്. വോട്ടിംഗ് സ്റ്റേഷനായ പത്തനാപുരം കുണ്ടയം ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിലെ 29-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് ഇവർ വോട്ട് ചെയ്യാനെത്തിയത്. വീൽ ചെയറുകളിലും പരസഹായത്തോടെയും ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾ ആവേശത്തോടെയാണ് വോട്ട് ചെയ്യാനെത്തിയത്. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജനും ഇവർക്കൊപ്പം വോട്ട് രേഖപ്പെടുത്തി. ഇന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഗാന്ധിഭവനിലും ഇവിടുത്തെ താമസക്കാരായ 100-ലേറെ പേർക്ക് വോട്ടുണ്ട്. അതിൽ കിടപ്പ് രോഗികളെ ഹോം വോട്ട് വഴി അവർ ചെയ്തു. മറ്റ് അല്പമെങ്കിലും ആവതുള്ള എല്ലാവരും ഭിന്നശേഷിയുള്ളവരടക്കം, അതായത് വീൽ ചെയറിലുമൊക്കെ പോയി ഇന്ന് അവരെല്ലാം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുണ്ടയം സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് അവർ വിശ്വസിക്കുന്ന കക്ഷികൾക്ക് വോട്ട് ചെയ്യാൻ അനുമതിയുണ്ട്. അങ്ങനെയാണ് അവർ അത് നിർവഹിക്കുന്നത്. അവരെ ഗാന്ധിഭവൻ്റെ സ്കൂൾ ബസ്സിൽ ഗാന്ധിഭവൻ പ്രവർത്തകരെത്തിക്കുകയും അവരുടെ ചിന്തയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എല്ലാവരും സന്തോഷമുള്ളവരാണ്. കാരണം അവർക്ക് ഒരു അഭയകേന്ദ്രത്തിൽ ഒഴിവാക്കപ്പെട്ട് വന്നവരാണെങ്കിലും അവർക്കും ഈ വലിയ ജനാധിപത്യ പരീക്ഷണത്തിൽ പങ്കാളിയാകാൻ അവർക്ക് കിട്ടിയതിൽ അവർക്ക് സന്തോഷമുണ്ട്. ഭിന്നശേഷിക്കാരും കിടപ്പ് രോഗികളും ഉൾപ്പെടെ തീർത്തും അവശരായവർ ഹോം വോട്ടിംഗ് സംവിധാനത്തിലൂടെ നേരത്തെ വോട്ട് ചെയ്തിരുന്നു. 1500-ഓളം പേരുള്ള ഗാന്ധിഭവനിൽ ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ ലഭിക്കാത്തതിനാൽ പലർക്കും വോട്ടർ ലിസ്റ്റിൽ പേര് ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.